ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഒരുമനയൂർ പഞ്ചായത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്നതായി പരാതി. പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റിന് നിവേദനം നൽകി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുമനയൂർ പഞ്ചായത്തിൽ നിന്ന് തങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗത്വമുള്ളവർക്കും മത്സ്യബന്ധന ലൈസൻസ് ഉള്ളവർക്കും ഇതുവരെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ചെറിയ തോതിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങളായി യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാറില്ലെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായ KB ഷനിൽ പറഞ്ഞു. പഞ്ചായത്തിലെ പരമ്പരാഗതപരമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ചെറിയ ആനുകൂല്യങ്ങളും സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അത് കുറച്ച് വർഷങ്ങളായിട്ട് അതിനെ പറ്റിയിട്ട് യാതൊരു നല്ലതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പരമ്പരാഗതപരമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള വഞ്ചി, വല, അങ്ങനെയുള്ള സാമൂഹിക കാര്യങ്ങളൊക്കെ ഉണ്ട്, പഞ്ചായത്തിൽ നിന്നുണ്ട്. ഇതുവരെ അതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യങ്ങളും ഒരു വാർഡ് മെമ്പറായാലും പഞ്ചായത്തിൻ്റെ അണ്ടറിലായാലും ആരായാലും നമ്മൾക്ക് ഇതുവരെ അങ്ങനെയുള്ള സംസാരിച്ചിട്ടില്ല. ഉചിതമായിട്ടുള്ളൊരു മറുപടിയും കാര്യങ്ങളും ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് ഉണ്ടാവുന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനാവശ്യമായ വഞ്ചി, വല തുടങ്ങിയവ പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച് യാതൊരു നടപടിയും പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിയുമായി പഞ്ചായത്തിലെത്തിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷിന് കൈമാറുകയും ചെയ്തു. നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ TK ജഗദീഷ്, MA വിനോദ്, വിജയൻ, KR മണികണ്ഠൻ, MS സുധീഷ്, ജിതിൻ, KV വിജീഷ് എന്നിവരും നിവേദന സംഘത്തിലുണ്ടായിരുന്നു. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായി പദ്ധതികൾ വേണമെന്ന് ഇതുവരെ ആരും ആവശ്യമുന്നയിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായിട്ട് ഒരു പദ്ധതി വേണമെന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. വർക്കിംഗ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മറ്റ് മെമ്പർമാർ മുഖേനയൊന്നും ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഭരണസമിതി ചെയ്യുന്നത് സാധാരണ പദ്ധതികളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളിലെ കുട്ടികളെയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിവേദനം വന്നു, അവരുടെ ആവശ്യങ്ങൾ ഭരണസമിതിയോട് ഉന്നയിച്ചു. ഈ ഭരണസമിതി മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരൊപ്പം നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. വർക്കിംഗ് ഗ്രൂപ്പ് മുഖേനയോ മറ്റു പഞ്ചായത്ത് മെമ്പർമാർ വഴിയോ ഇതുവരെ ഇത്തരത്തിലൊരു ആവശ്യവും ഉയർന്നിട്ടില്ല. നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളെ ചേർത്തുപിടിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് കൈക്കൊള്ളുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? ₹1 മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.